വെൽക്കം ബാക്ക് ടു ലേണിനോ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് എക്സാമിന്റെ മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോ ഇപ്പൊ എക്സാം ആവാറായി. അപ്പൊ അതുകൊണ്ട് തന്നെ മുൻവർഷം എങ്ങനെയൊക്കെയാണ് ഏത് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് അറിയാം. ഒപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോ കാണുക, അതേപോലെ തന്നെ നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. Okay, first question. The reactance of a capacitor dash with increase in the frequency of the current flowing through it. കപ്പാസിറ്ററിന്റെ റിയാക്ടൻസും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഒരു റിലേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണത്. എന്താ ചോദിച്ചിരിക്കുന്നത്? The reactance of a capacitor, ഓപ്ഷൻ നോക്കാം, increases, decreases, remains the same, none of the above. അപ്പോൾ എന്തോ ഇൻക്രീസ് ചെയ്യാണോ ഡിക്രീസ് ചെയ്യാണോ? വിത്ത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്? വിത്ത് ഇൻക്രീസ് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് കറന്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. അതായത് ഫ്രീക്വൻസി കൂടുമ്പോൾ കപ്പാസിറ്ററിന്റെ റിയാക്ടൻസിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇതിന് നമുക്ക് എന്തറിയണം? കപ്പാസിറ്ററിന്റെ റിയാക്ടൻസിന്റെ എക്സ്പ്രഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈസി ആയിട്ട് എഴുതാം. അപ്പൊ എന്താണ് കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ്? എക്സ് ഈസ് ഈക്വൽ ടു 1/2πfc. അപ്പൊ ഇത് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി, ഫ്രീക്വൻസി കൂടുന്നു. അപ്പൊ ഫ്രീക്വൻസി ഇവിടെ ഏതാണ്? ഡിനോമിനേറ്ററിലാണ് ഫ്രീക്വൻസി കിടക്കുന്നത്. ഫ്രീക്വൻസി കൂടി കഴിഞ്ഞാൽ എക്സ് എന്ത് സംഭവിക്കും? ഒബ്വിയസ്ലി ഇറ്റ് ഡിക്രീസസ്. വളരെ സിമ്പിൾ ആണ് അല്ലെ? അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഈ ഒരു ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ ഈ ആൻസർ സിമ്പിൾ ആയിട്ട് എഴുതാം. So correct answer decreases. The reactance of a capacitor decreases with increase in frequency of the current flowing through it. അടുത്ത ചോദ്യം, which of the following devices exhibit negative resistance? നെഗറ്റീവ് റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യുന്നത് ഏതാണ്? സെനർ ഡയോഡ്, വരാക്ടർ ഡയോഡ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആൻഡ് ടണൽ ഡയോഡ്. അപ്പൊ ഇതെല്ലാം ടൈപ്സ് ഓഫ് ഡയോഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ടൈപ്സ് ഓഫ് ഡയോഡ്സിൽ എല്ലാത്തിനെയും തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇത് കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, നമ്മളുടെ ലെക്ചേഴ്സ്, നമ്മളുടെ കോഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെയുള്ള കുറെ കമ്പാരിസൺ ടേബിൾസ് കൊടുക്കാറുണ്ട്. കാരണം ഡിഫറെന്റ് ടൈപ്സിൽ വരുന്ന ഡയോഡ്സ് നമുക്ക് അതിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പൊ അത് ഒരുമിച്ച് ഒരു ടേബിൾ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അത് എളുപ്പമായിരിക്കും. അപ്പൊ ഇതിലെ നെഗറ്റീവ് റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യുന്നത് ഏതാണെന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഏതിന്റെ ക്യാരിയാണ്? ഇറ്റ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടണൽ ഡയോഡ്. ഇപ്പൊ ടണൽ ഡയോഡ് ആണ് നെഗറ്റീവ് റെസിസ്റ്റൻസ്. ഇതിന്റെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണിത്. സോ നെഗറ്റീവ് റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യുന്നത് ടണൽ ഡയോഡ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് ബ്രേക്ക് ഡൗൺ മെക്കാനിസം ഈസ് ലൈക്ലി ടു ടേക്ക് പ്ലേസ് ഇൻ എ ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡ്? ഒരു ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡിൽ ഏത് ബ്രേക്ക് ഡൗൺ മെക്കാനിസം ആണ് ഉണ്ടാവുന്നത്? ഇതൊക്കെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അവലാഞ്ചി ബ്രേക്ക് ഡൗൺ, സെനർ ബ്രേക്ക് ഡൗൺ, ബോത്ത് അവലാഞ്ചി ആൻഡ് സെനർ, നെയ്തർ അവലാഞ്ചി നോട്ട് സെനർ ബ്രേക്ക് ഡൗൺ. അപ്പൊ എന്താണ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ, എന്താണ് സെനർ ബ്രേക്ക് ഡൗൺ, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. എന്നാലേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡിൽ നടക്കുന്ന മെക്കാനിസം, ബ്രേക്ക് ഡൗൺ മെക്കാനിസം എന്ന് പറയുന്നത് സെനർ ബ്രേക്ക് ഡൗൺ ആണ്. ഓക്കെ, സെനർ ബ്രേക്ക് ഡൗൺ ആണ്. സോ ഓപ്ഷൻ ബി ഇസ് എ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് കറക്റ്റ് ഫോർ എ JFET? JFET-ന് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന്. ഇപ്പൊ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കാണാറുണ്ട്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കണം, എന്നിട്ട് ചോദ്യം വായിച്ച് പിന്നീട് അതിൽ നിന്ന് ആൻസർ എഴുതുന്ന ടൈപ്പാണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ പോലും തെറ്റാനും സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിച്ച് പിന്നീട് ഓപ്ഷൻ ഒക്കെ എടുത്ത് എഴുതും. അപ്പൊ വളരെ ശ്രദ്ധിച്ച് ഇതുപോലുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ നോക്കി, ഇറ്റ് ഇസ് എ ബൈപോളാർ ഡിവൈസ്, ഇറ്റ് ഹാസ് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ്, ഇറ്റ് ഇസ് എ കറന്റ് കൺട്രോൾ ഡിവൈസ്, സ്മോൾ ഇൻ സൈസ് കമ്പയർഡ് ടു BJT. അപ്പൊ JFET-നെ കുറിച്ച് കൃത്യമായ പോയിന്റ്സ് നമുക്കറിയണം. JFET എന്ന് പറയുന്നത് യൂണിപോളാർ ഡിവൈസ് ആണോ ബൈപോളാർ ഡിവൈസ് ആണോ? ഇറ്റ് ഈസ് എ യൂണിപോളാർ ഡിവൈസ് അല്ലെ? JFET യൂണിപോളാർ ഡിവൈസ് ആണ്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ എന്താണ്? ഇത് ഈ സ്റ്റേറ്റ്മെന്റ് JFET-ന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല, ബൈപോളാർ ഡിവൈസ് എന്നുള്ളത്. അപ്പൊ എന്തായാലും ഓപ്ഷൻ 1 ഒരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് നോട്ട് കറക്റ്റ് ആണ് വേണ്ടത്. ഇറ്റ് ഹാസ് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ്. JFET-ന്റെ ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആണ്, അത് കറക്റ്റ് ആണ്. അടുത്ത, ഇറ്റ് ഈസ് എ കറന്റ് കൺട്രോൾ ഡിവൈസ്. JFET is a വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ്. BJT ആണ് കറന്റ് കൺട്രോൾ ഡിവൈസ്. JFET എന്ന് പറയുന്നത് വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ്. ആൻഡ് സ്മോൾ ഇൻ സൈസ് കമ്പയർഡ് ടു BJT, അതും കറക്റ്റ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് ഈ ബൈപോളാർ ഡിവൈസ്? ഇറ്റ് ഈസ് എ ബൈപോളാർ ഡിവൈസ് എന്നുള്ളതും അതേപോലെ തന്നെ ഇറ്റ് ഈസ് എ കറന്റ് കൺട്രോൾ ഡിവൈസ് എന്നുള്ളതുമാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി നമ്മൾ അതിലെ ഓപ്ഷനിൽ നിന്ന് എടുക്കണം. 1 ഉം 3 ഉം ആണ് വരുന്നത്. സോ 1 and 3 ഓപ്ഷൻ വരുന്നത് ഇറ്റ് ഈസ് D. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ,
അടുത്ത ചോദ്യം, ദ ആരോ പോയിന്റർ ഓൺ എ ട്രാൻസിസ്റ്റർ സിംബൽ ഇൻഡിക്കേറ്റ്സ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ കുറേ വാരി വലിച്ച് പഠിക്കുന്നതിനേക്കാളും പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ചെറിയ പോർഷൻ ആണെങ്കിലും അത് കൃത്യമായി പഠിക്കുക, ബേസ് തറോ ആക്കി പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമ്മളിപ്പോ പ്രൊവൈഡ് ചെയ്യുന്ന ഇപ്പൊ ട്രേഡ്സ്മാൻ എക്സാം ആണെങ്കിലും ജൂനിയർ ഇൻസ്ട്രക്ടർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ആ ബേസ് ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ ലെക്ചേഴ്സ് എടുക്കുന്നത്. കാരണം അതാണ് ഇമ്പോർട്ടന്റ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ എപ്പോഴോ വരയ്ക്കാൻ പഠിക്കുന്ന, +2 മുതൽ നമ്മൾ ട്രാൻസിസ്റ്റർ വരയ്ക്കാൻ പഠിക്കുന്ന, ഇതിലെ ഈ ആരോ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഡയറക്ഷൻ ഓഫ് മൈനോറിറ്റി കാരിയർ കറന്റ്, ഡയറക്ഷൻ ഓഫ് മെജോറിറ്റി കാരിയർ കറന്റ്, ഡയറക്ഷൻ ഓഫ് ഹോൾ കറന്റ്, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ കറന്റ്. ശ്രദ്ധിക്കാം, ഇത് കറണ്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് പോലും നമുക്ക് അറിയുന്നുണ്ടാവും. പക്ഷെ അത് ഏത് കറണ്ടിനെയാണ്? മൈനോറിറ്റി കറണ്ട് ആണോ, മെജോറിറ്റി കറണ്ട് ആണോ, ഹോൾ കറണ്ട് ആണോ, ഇലക്ട്രോൺ കറണ്ട് ആണോ? അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. സോ ഹോൾ കറണ്ടിനെയാണ് ആക്ച്വലി ഈ ഒരു ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് ഇലക്ട്രോൺ കറണ്ട് ആണോ എന്ന് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ബട്ട് ഇറ്റ് ഇസ് ഹോൾ കറണ്ട്. ഹോൾ കറണ്ടിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. Next one, which of the following is an adjustable voltage regulator? ഇതിലെ adjustable voltage regulator ഏതാണ്? voltage regulator IC ഏതാണ്? അപ്പൊ അത് നമ്പർ നമ്മൾ ജനറൽ ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. LM317 എന്നുള്ളതാണ് adjustable voltage regulator IC. ഓപ്ഷൻ ബി is the correct answer. Next one, which of the following defines base transportation factor of NPN transistor? NPN transistor ഉണ്ട് base transportation factor. അപ്പോ ഈ ബേസ് ട്രാൻസ്പോർട്ടേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അറൈവിംഗ് അറ്റ് കളക്ടർ. കളക്ടറിൽ അറൈവ് ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ടു ദ നമ്പർ ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ്. അതിനെയാണ് നമ്മൾ ആക്ച്വലി ബേസ് ട്രാൻസ്പോർട്ടേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കുക? ഇതിൽ നോക്കൂ, ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അറൈവിംഗ് അറ്റ് ദ കളക്ടർ ടു ദ നമ്പർ ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ബേസ് ട്രാൻസ്പോർട്ടേഷൻ ഫാക്ടറിന്റെ ആ ഒരു ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്. സോ നമുക്ക് ഓപ്ഷൻ എ കറക്റ്റ് ആയിട്ട് കൊടുക്കാം. അടുത്ത ചോദ്യം, which transistor configuration has very high input resistance and very low output resistance? അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ട്രാൻസിസ്റ്ററിന്റെ കോൺഫിഗറേഷൻസ്? CE, CB, CC 3 കോൺഫിഗറേഷന്റെയും ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ക്യാര വെച്ചിട്ട് തന്നെ പഠിക്കാം. അപ്പൊ അതിൽ ചോദിച്ചിരിക്കുന്നത് ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസും ലോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസും വരുന്ന കോൺഫിഗറേഷൻ ഏതാണെന്നാണ്. ഇറ്റ് ഈസ് എ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. ഓക്കെ, CC ആണ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. അടുത്ത ചോദ്യം, മറ്റേ PN ജംഗ്ഷൻ ഇലക്ട്രോൺ ഡിഫ്യൂസ് ഫ്രം N റീജിയൻ ടു P റീജിയൻ ബിക്കോസ് ഓഫ്, അതായത് ഒരു PN ജംഗ്ഷനിലെ ഇലക്ട്രോൺസ് N റീജിയനിൽ നിന്നും P റീജിയനിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഡിഫറൻസ് ഇൻ കാരിയർ കോൺസെൻട്രേഷൻ, അട്രാക്ഷൻ ഓഫ് ഫോഴ്സ് ഇൻ ദ P റീജിയൻ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറ്റ് ദ ജംഗ്ഷൻ, നൺ ഓഫ് ദ അബവ്. എന്തുകൊണ്ടാണ്? കാരിയർ കോൺസെൻട്രേഷന്റെ ഡിഫറൻസ് കൊണ്ടാണ് അല്ലെ. ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അപ്പൊ ആ ഒരു ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നു. അതാണ് ആ ഒരു ഡിഫ്യൂഷന് കാരണമാണ്. സോ ഡിഫറൻസ് ഇൻ ദ കാരിയർ കോൺസെൻട്രേഷൻ തന്നെയാണ് അതിന്റെ റീസൺ വരുന്നത്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PN ജംഗ്ഷൻ ഒക്കെ പഠിക്കുമ്പോൾ, PN ജംഗ്ഷൻ ഡയോഡ് ഒക്കെ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ വെറുതെ ഒന്ന് ജസ്റ്റ് PN ജംഗ്ഷന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞ് പഠിക്കാതെ എന്തുകൊണ്ട് ഡിഫ്യൂസ് ചെയ്യുന്നു, എന്തുകൊണ്ട് അവിടെ ബാരിയർ ഫോം ചെയ്യുന്നു, അതിനുശേഷം ഫോർവേഡ് ബയസ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഹോൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ കോഴ്സ് ലെക്ചേഴ്സിലൊക്കെ കറക്റ്റ് അത് ഫിഗർ ഒക്കെ വരച്ചിട്ട് പറഞ്ഞാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ആ രീതിയിൽ തന്നെ ബേസ് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഉണ്ട് ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ഡ്രൈ സെൽ. ഡ്രൈ സെല്ലിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണെന്നാണ്. അത് നമ്മളൊന്ന് ജനറൽ ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. അമോണിയം ക്ലോറൈഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, which of the following oscillator circuit is suitable to generate audio frequency signal? audio frequency signal generate ചെയ്യാൻ ഏത് യൂസ് ചെയ്യുന്നു? ഹാർട്ട്ലി ഓസിലേറ്റർ, ക്രിസ്റ്റൽ ഓസിലേറ്റർ, കോൾപിറ്റ്സ്, വീൻ ബ്രിഡ്ജ്. അപ്പൊ അതിൽ അറിഞ്ഞിരിക്കുക ഫേസ് ഷിഫ്റ്റും വീൻ ബ്രിഡ്ജും ആണ് നമുക്ക് ഓഡിയോ ഫ്രീക്വൻസി, അതായത് AF റേഞ്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് ഷിഫ്റ്റും വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഹാർട്ട്ലിയും കോൾപിറ്റ്സ് ഓസിലേറ്ററും ആണ് നമ്മൾ റേഡിയോ ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യുന്നത്. ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ആണ് ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി വേണ്ടതിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏത് ചോദിച്ചാലും നമുക്ക് ആൻസർ എഴുതാൻ പറ്റണം. അപ്പൊ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന ഓഡിയോ ഫ്രീക്വൻസി ആണ്. അപ്പൊ ഫേസ് ഷിഫ്റ്റും വീൻ ബ്രിഡ്ജും ആണ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് വീൻ ബ്രിഡ്ജ് ആണുള്ളത്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, which of the following circuit can be used as a memory element? മെമ്മറി എലമെന്റ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ലാച്ച് ഒക്കെ പറഞ്ഞില്ല, ഡിജിറ്റൽ സർക്യൂട്ടിലെ മെമ്മറി എലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മോണോസ്റ്റേബിൾ, ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, നൺ ഓഫ് ദ അബവ്. അപ്പൊ ഏതായിരിക്കും? ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. Next one, which of the following is not the characteristics of an ideal op-amp? ഒരു ഐഡിയൽ ഓപ്പാമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാ? അപ്പൊ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഐഡിയൽ ഓപ്പാമ്പിന്റെ
characteristics എന്തൊക്കെയാണ്? infinite open loop gain, infinite input impedance, zero output impedance, infinite voltage swing, infinite bandwidth, infinite slew rate, infinite common mode rejection, zero input offset voltage. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഐഡിയൽ ഓപ്പ് ആമ്പിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും കാണാറുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് എന്താണ് which is not characteristics ആണ്. അപ്പൊ infinite input resistance, infinite output resistance, infinite voltage gain, infinite bandwidth. അപ്പൊ ബാൻഡ്വിഡ്ത്തും അതേപോലെ തന്നെ വോൾട്ടേജ് ഗെയിൻ, അതേപോലെ input resistance അതൊക്കെ കറക്റ്റ് ആണ്. ഔട്ട്പുട്ട് ഇംപെഡൻസ് നമ്മൾ 0 ആയിരിക്കും. സോ ഓപ്ഷൻ ബി is the correct answer. Next one, the specific gravity of electrolyte in a lead acid battery can be measured using എന്ത് യൂസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈഡ്രോമീറ്റർ. നെക്സ്റ്റ് വൺ, കൺവെൻഷനലി ദ എനർജി സ്റ്റോർഡ് ഇൻ എ ബാറ്ററി ഈസ് മെഷർഡ്. ഒരു ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി എപ്പോഴും ആംപിയർ അവർ AH-ലാണ് മെഷർ ചെയ്യുന്നത്. സോ AH ആംപിയർ അവർ ആണ്. ഓപ്ഷൻ ബി is the correct answer. അടുത്തതിന്റെ full wave rectifier, if the input signal frequency is 50 Hz, find the output signal frequency. Rectifier in the full wave rectifier input signal frequency 50 Hz ആണെങ്കിൽ output signal frequency എന്തായിരിക്കും? full wave rectifier എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, രണ്ട് ഹാഫ് സൈക്കിളും വരും അല്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും frequency 50 Hz ആണ് input signal frequency എന്ന് വെച്ചാൽ output frequency അതിന്റെ ഡബിൾ, output signal frequency അതിന്റെ ഡബിൾ ആയിരിക്കും. that is 2 into 50, that is 100 Hz. option C. Next one, based on the input cycles utilized, rectifier can be classified as. അതായത് input cycles utilize ചെയ്യുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ? full wave rectifier, half wave rectifier, positive rectifier, both A and B. അപ്പൊ നമുക്കറിയാം ക്ലാസിഫിക്കേഷൻ എങ്ങനെയാ വരുന്നത്? full wave rectifier എന്നും half wave rectifier എന്നുമാണ്. അപ്പോൾ എയും ബിയും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി is the correct answer. Next question, the regulated DC power supply consists of rectifier, filter, voltage regulator, all of the above. ഒരു regulated DC power supplyയുടെ ബ്ലോക്ക് ഡയഗ്രം നമ്മൾ വരച്ച് പഠിക്കാറുണ്ട് അല്ലെ? അതിൽ റെക്ടിഫയർ ഉണ്ടാവും, ഫിൽറ്റർ ഉണ്ടാവും, വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ടാവും, മൂന്നും ഉണ്ടാവും. സോ ഓൾ ഓഫ് ദ അബോവ് ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ക്രിട്ടിക്കൽ ലോഡ് ഡ്യൂറിംഗ് ടെമ്പററി പവർ ഫെയിലിയർ ഒക്കർ. ടെമ്പററി ആയിട്ട് പവർ ഫെയിലിയർ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് UPS, SMPS, MPS, RC, CP. It is UPS, uninterrupted power supply. So option A is the correct answer. Next one, power factor of a parallel resonance circuit. Parallel resonance circuit in a power factor is always unity. Option C is the correct answer. What is used to neutralize a spilled electrolyte from a lead acid battery? Neutralize ചെയ്യാൻ എന്താ യൂസ് ചെയ്യുന്നത്? ബോറിക് ആസിഡ്, വാട്ടർ, സൾഫ്യൂരിക് ആസിഡ്, ബേക്കിംഗ് സോഡ. It is baking soda. Next one, what is the true condition for maximum power transfer from source to load as per maximum power transfer theorem? Maximum power transfer theorem പ്രകാരം maximum power transfer source നിന്ന് ലോഡിലേക്ക് വരാനുള്ള അതിൽ ട്രൂ ആയിട്ടുള്ള കണ്ടീഷൻ ഏതാണ്? source resistance is equal to load resistance, source resistance is negligible, load resistance is negligible, load resistance is infinity. So source resistance is equal to load resistance ഉള്ളതാണ് maximum power transfer ന്റെ condition. option A. Next one, which of the following instrument measures RMS value of unknown current? Unknown current is RMS value measure. PMMC. Next, electrodynamic, moving iron, both B and C. ഇപ്പോൾ മെയിൻ ആയിട്ട് മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോഡൈനാമിക്കും യൂസ് ചെയ്യും. സോ ഇവിടെ നമുക്ക് both B and C എന്ന് കൊടുക്കാം. Next one, the energy meter installed near the main switch in residences and other location. ഏത് ടൈപ്പ് ആണെന്നാണ്, ഏത് ടൈപ്പ് എനർജി മീറ്റർ ആണ് യൂസ് ചെയ്യണമെന്നാണ്? Indicating and deflecting type, absolute instrument, recording type instrument, integrating type instrument. Integrating type instrument ആണ്. Next one, the extension range of an ammeter and voltmeter can be represented by. ഇത് important ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ അമ്മീറ്ററിന്റെയും വോൾട്ട്മീറ്ററിന്റെയും എക്സ്റ്റൻഷൻ റേഞ്ച് എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? അപ്പൊ നമുക്കൊരു അമ്മീറ്ററിന്റെ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷണ്ട് റെസിസ്റ്റൻസ് വെച്ചിട്ടാണ് പറയാം. വോൾട്ട് മീറ്ററിന്റെ റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ അത് മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ പറയാം. അപ്പോൾ ഷണ്ട് ആൻഡ് മൾട്ടിപ്ലയർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ മൂവിംഗ് കോയിൽ അമ്മീറ്റർ, അതുപോലെ തന്നെ വോൾട്ട് മീറ്റർ. നമ്മൾ ഷണ്ട് യൂസ് ചെയ്യുന്നത് മൂവിംഗ് കോയിൽ അമ്മീറ്ററിന്റെയും അതേപോലെ മൾട്ടിപ്ലയർ യൂസ് ചെയ്യുന്നത് വോൾട്ട് മീറ്ററിന്റെ ആണ്. അപ്പൊ അമ്മീറ്ററും വോൾട്ട് മീറ്ററും ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഓർഡർ നോക്കണം കേട്ടോ. Using a multiplier and shunt and multiplier, using series capacitor and series inductor, using series inductor and series capacitor. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ഷണ്ട് ഫോർ മൂവിംഗ് കോയിൽ അമ്മീറ്റർ, അമ്മീറ്റർ ഷണ്ട്, അതേപോലെ തന്നെ മൾട്ടിപ്ലയർ ഫോർ വോൾട്ട് മീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഷണ്ട് ആൻഡ് മൾട്ടിപ്ലയർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ. അത് നേരെ തിരിച്ച് ഫസ്റ്റ് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അങ്ങോട്ട് കൂടി മാറി പോകരുത്. അമ്മീറ്ററിന് ഷണ്ടും വോൾട്ട് മീറ്ററിന് നമ്മൾ മൾട്ടിപ്ലയർ റെസിസ്റ്റൻസും ആണ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ.
So in a digital multimeter, resistance is measured by using ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്നാണ് വേരിയബിൾ കറന്റ് സോഴ്സ്, വേരിയബിൾ വോൾട്ടേജ് സോഴ്സ്, കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ആൻഡ് കോൺസ്റ്റബിൾ വോൾട്ടേജ് സോഴ്സ്. അപ്പൊ ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, അതിൽ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ കറണ്ട് പാസ് ചെയ്യും. പാസ് ചെയ്തിട്ട് അതിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ് നമ്മൾ ആക്ച്വലി അതിൽ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ റെസിസ്റ്റൻസ് ഇൻ എ ഡിജിറ്റൽ മൾട്ടിമീറ്റർ. സോ ഓപ്ഷൻ സി is the correct answer. Next one, according to Faraday's law of electromagnetic induction, options തന്നിട്ടുണ്ട്. Magnetic field is produced by time varying electric flux. Magnetic field is associated with a moving charge. Electric field is produced by time varying magnetic flux and electric field is produced by magnetic flux link. ആക്ച്വലി ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ ആലോചിച്ചത്. എന്തായാലും ടൈം വേരിയിങ് എന്നുള്ളൊരു വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ അല്ലെങ്കിൽ സി വരാനാണ് ചാൻസ്. പക്ഷെ ഓപ്ഷൻ എയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫ്ലക്സ് എന്നാണ്. പക്ഷെ അതല്ല, ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്നായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. സോ ദാറ്റ് ഇസ് ദ ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ യൂണിറ്റ് ഓഫ് എനർജി? ഇതിൽ എനർജിയുടെ യൂണിറ്റ് അല്ലാത്തത് ഏതാണെന്നുള്ളത് എപ്പോഴും നമ്മൾ ഈ യൂണിറ്റ്സ് ഒക്കെ പഠിക്കുമ്പോൾ ഡിഫറെന്റ് വേയിൽ നമുക്ക് യൂണിറ്റ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വോൾട്ടേജിന്റെ ആണെങ്കിൽ എനർജിയുടെ, അപ്പൊ അതെല്ലാം നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നോക്കൂ, കിലോ വാട്ട് അവർ, ജൂൾസ് പെർ സെക്കൻഡ്, വാട്ട് അവർ, ജൂൾസ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് എനർജിയുടെ യൂണിറ്റ് നോക്കാം. കിലോ വാട്ട് അവർ, യെസ്, ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് എനർജി. ജൂൾസ് പെർ സെക്കൻഡ്, ജൂൾസ് എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ് ആണെന്ന് അറിയാം. അപ്പൊ എന്തായാലും ജൂൾസ് പെർ സെക്കൻഡ് എനർജിയുടെ യൂണിറ്റ് ആവാൻ വഴിയില്ല. വാട്ട് എവർ എനർജിയുടെ യൂണിറ്റ് ആണ്, ജൂളും എനർജിയുടെ യൂണിറ്റ് ആണ്. അപ്പൊ ജൂൾസ് പെർ സെക്കൻഡ് എന്നുള്ളതാണ് എനർജിയുടെ യൂണിറ്റ് അല്ലാത്തത്. അപ്പൊ ജൂൾസ് പെർ സെക്കൻഡ് ഏതിന്റെ യൂണിറ്റ് ആണ്? ഇറ്റ് ഇസ് എ യൂണിറ്റ് ഓഫ് പവർ, പവറിന്റെ യൂണിറ്റ് ആണ്. അതിന് നമ്മൾ വാട്ട് എന്നും പറയും. ഓക്കെ, അപ്പൊ ജൂൾസ് പെർ സെക്കൻഡ് ഇറ്റ് ഇസ് എ യൂണിറ്റ് ഓഫ് പവർ. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. Next one, a triangular wave shape is obtained in a function generator. Options: by differentiating a square wave, by integrating a square wave, by integrating a sine wave, by differentiating sine wave. ഒരു ഫംഗ്ഷൻ ജനറേറ്ററിൽ നമ്മൾ ട്രയാങ്കുലർ വേവ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്ക്വയർ വേവിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ്, അല്ലെ? സ്ക്വയർ വേവിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. സോ ഓപ്ഷൻ ബി is the correct answer. Next one, the delay line in CRO is placed after. CRO യിൽ delay line എവിടെയാ വരുന്നത്? placed after horizontal amplifier, vertical amplifier, trigger circuit, power supply. ഇപ്പൊ CRO യുടെ സ്ട്രക്ചർ നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക. അതിൽ ഓരോന്നിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. ഇപ്പൊ ഈ ഡിലേ ലൈൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ അൺനോൺ സിഗ്നൽ സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്വീപ്പ് സിഗ്നൽ ആയിട്ട് സിങ്ക്രണൈസ് ചെയ്യാനാണ് ആക്ച്വലി നമ്മൾ ഡിലേ ലൈൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ ഔട്ട്പുട്ട് ഓഫ് വെർട്ടിക്കൽ ആംപ്ലിഫയർ ആൻഡ് ദ വൈ ഇൻപുട്ട് ഇൻ ദ കാഥോഡ് റേ ട്യൂബ്. അതായത് വെർട്ടിക്കൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിന് ശേഷമാണ് അതിന്റെയും കാഥോഡ് റേ ട്യൂബിന്റെ വൈ ഇൻപുട്ടിന്റെയും ഇടയിലായിട്ടാണ് കേട്ടോ അത് പ്ലേസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ പ്ലേസ്ഡ് ആഫ്റ്റർ വെർട്ടിക്കൽ ആംപ്ലിഫയർ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, അഡീഷൻ ഓഫ് ഡാഷ് ഇൻക്രീസസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് ടിൻലെറ്റ് സോൾഡർ. ടിൻലെറ്റ് സോൾഡറിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി എങ്ങനെ കൂട്ടാം, എന്ത് ആഡ് ചെയ്യുമ്പോഴാണെന്നുള്ള? ആന്റിമണി, ബിസ്മത്ത്, molybdenum and cerium. It is antimony, option A. Next one, the purpose of using flux in soldering. Soldering ൽ നമ്മൾ ഫ്ലക്സ് ഉപയോഗിക്കുന്നത് എന്താണ്? സോൾഡറിംഗ് പ്രോസസ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും ലാബിലൊക്കെ. അപ്പൊ സോൾഡറിംഗിന്റെ പ്രോസസ്സും അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പൊ the purpose of using ഫ്ലക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് to prevent oxide form. ഓക്കെ, ഓക്സൈഡ് ഫോമിംഗ് പ്രിവെന്റ് ചെയ്യാനാണ്, ഓപ്ഷൻ സി. The recommended configuration for soldering. സോൾഡറിംഗിലെ ഏത് കോൺഫിഗറേഷൻ? പല ടൈപ്പിൽ നമുക്ക് ചെയ്യാം. വേവ് ജോയിന്റ്, ബഡ് ജോയിന്റ്, ലാബ് ജോയിന്റ്, സ്കാഫ് ജോയിന്റ്. അതിൽ റെക്കമെൻഡഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ലാബ് ജോയിന്റ് ആണ്, ഓപ്ഷൻ സി. Next one, heat for soldering process is applied by soldering iron, induction furnace, electric resistance method, any of the above. Soldering process നുള്ള ഹീറ്റ് സോൾഡറിംഗ് അയൺ വഴിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ ഈ ഒരു എക്സാമിന് കുറെ കാര്യങ്ങൾ വർക്കിങ്ങും എല്ലാം സ്ട്രക്ചറും ഒക്കെ പഠിച്ചാലും വളരെ ഡീപ്പായിട്ട് അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് ഈ ചോദ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, tropospheric scatter is used with the frequency in the following ranges. Tropospheric scatter, അത് ഫോർവേഡ് സ്കാറ്ററിംഗ് പ്രൊപ്പഗേഷൻ എന്ന് അതിൻ്റെ ഒരു പേരുണ്ട്. അത് ഒരു above 30 മെഗാഹെർട്സ് റേഞ്ചിലാണ് കേട്ടോ വരിക അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് UHF ആണ് അല്ലെങ്കിൽ മൈക്രോവേവ് റേഞ്ചിലാണ് വരിക. അപ്പൊ ഇവിടെ നമുക്ക് UHF, VHF, HF and VLF തന്നിട്ടുണ്ട്. സോ UHF is the correct answer. Next one, in a super heterodyne receiver, the frequency of local oscillator എങ്ങനെയായിരിക്കും? നമുക്കറിയാം, higher than the incoming signal. ഇൻകമിംഗ് സിഗ്നലിനേക്കാൾ കൂടുതലാക്കിയിട്ടാണ് വെക്കുക, higher than the that of the incoming signal.
നെക്സ്റ്റ് വൺ ടെമ്പറേച്ചർ റേഞ്ചിങ് സോൾഡറിംഗ് പ്രോസസ്. സോൾഡറിംഗ് പ്രോസസ്സിലെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളതാണ്. ഇറ്റ് വിൽ ബി ഇൻ ബിറ്റ്വീൻ 180 ഡിഗ്രി സെൽഷ്യസ് ടു 250 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ wideband FM in the case where the modulation index is. wideband FM ല് അതിൽ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് മച്ച് ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആയിരിക്കും. ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ ദി പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദി അനലോഗ് സാമ്പിൾ ഇൻ ടു ഡിസ്ക്രീറ്റ് ഫോം. സാമ്പിളിംഗ്, ക്വാണ്ടൈസേഷൻ, മൾട്ടിപ്ലക്സിംഗ്, മോഡുലേഷൻ. കൺഫ്യൂഷൻ വരാം, ഇൻ ബിറ്റ്വീൻ ഓപ്ഷൻസ് കൺഫ്യൂഷൻ വരാം. ക്വാണ്ടൈസേഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ QPSK സിസ്റ്റം യൂസസ് എ ഫേസ് ഷിഫ്റ്റ് ഓഫ് QPSK ക്വാഡ്രേച്ചർ ഫേസ് ഷിഫ്റ്റ് കീയിങ്. അതിൽ വരുന്ന ഫേസ് ഷിഫ്റ്റ് π/2, π/4, 2π, 3π എങ്ങനെയാണ്? അതിൽ മൾട്ടിപ്പിൾസ് ഓഫ് 90 ഡിഗ്രി ആയിട്ടാണ് വരിക. സോ ദാറ്റ് മീൻസ് π/2 ആയിട്ടാണ് വരിക. ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ FDM യൂസസ് ഡാഷ് ടു പ്രിവെന്റ് മോഡുലേറ്റഡ് സിഗ്നൽ ഫ്രം ഓവർലാപ്പിംഗ്. FDM-ല് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗിൽ നമുക്ക് എന്താണ് യൂസ് ചെയ്യുന്നത്? അതായത് ഓവർലാപ്പിംഗ് ഒഴിവാക്കാനായിട്ട് ക്വാഡ് ബാൻഡ് ഫിസിക്കൽ ഹാർഡ്വെയർ ഡിവൈസ്, കാരിയർ ഫ്രീക്വൻസി ആൻഡ് ഡീമൾട്ടിപ്ലക്സസ്. ക്വാഡ് ബാൻഡ്സ് ആണ് യൂസ് ചെയ്യുക ഓവർലാപ്പിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ട് കേട്ടോ. സോ കറക്റ്റ് ആൻസർ ഈസ് ക്വാഡ് ബാൻഡ്. ഓപ്ഷൻ എ. Optical time domain reflectometer is used to measure wavelength, eye pattern losses in optic fiber communication and time of reflection. OTDR എന്ന് പറയുന്നത്, that is optical time domain reflectometer എന്ന് പറയുന്നത് നമുക്ക് ഈ ഒപ്റ്റിക്കൽ നെറ്റ്വർക്കിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണിത്. അതിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ലാബ്സ്റ്റഡ് ടൈമും അതിന്റെ ഇന്റൻസിറ്റി ഓഫ് റൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ലോങ് ആൻഡ് ഒപ്റ്റിക്കൽ ഫൈബർ അത് കണ്ടുപിടിക്കാൻ പറ്റും. So from the options നമുക്ക് losses in optical fiber communication എന്നുള്ളത് കൊടുക്കാം. Okay. Next one, which fiber is preferred on long distance communication? Long distance communication ല് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് graded index, step index, single mode, step index, multimode, graded index, multimode. It is single mode ആയിരിക്കും. That is from the options step index, single mode എന്നുള്ളത് കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുക്കാം. In semiconductor strain gauge, when a tensile strain is applied, ഒരു semiconductor strain gauge ല് tensile strain apply ചെയ്യുമ്പോൾ താഴെ പറഞ്ഞിട്ടുള്ള ഏത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കറക്റ്റ് എന്ന് നോക്കാം. Resistance increase in n-type material, resistance increase in p-type material, resistance increase in both p and n-type material, resistance decrease in both p and n-type material. അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ semiconductor strain gauge ല് ടെൻസൈൽ സ്ട്രെയിൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് സംഭവിക്കുന്നു, ഏത് എഫക്ട് വെച്ച് സംഭവിക്കുന്നു എന്നൊക്കെ അറിയണം. അപ്പോൾ ഈ സെമികണ്ടക്ടർ സ്ട്രെയിൻ ഗേജിൽ നമ്മൾ സ്ട്രെയിൻ അപ്ലൈ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിലാണ് ചേഞ്ച് വരുന്നത്. അത് സംഭവിക്കുന്നത് പീസോ റെസിസ്റ്റീവ് എഫക്ട് എന്ന് പറയുന്ന എഫക്ട് കൊണ്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ സ്ട്രെയിൻ അപ്ലൈ ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റിയിൽ ചേഞ്ച് വരുന്നത്. ഓക്കെ, സ്ട്രെയിൻ അപ്ലൈ ചെയ്യുമ്പോൾ ദ ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി ഡ്യൂ ടു സ്ട്രെയിൻ, അതിനെയാണ് നമ്മൾ പീസോ റെസിസ്റ്റീവ് എഫക്ട് എന്ന് പറയുന്നത്. അതാണ് ആക്ച്വലി ഈ സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ടെൻസൈൽ സ്ട്രെയിനിൽ ഈ സെമി കണ്ടക്ടർ ഗേജിന്റെ റെസിസ്റ്റൻസ് പി ടൈപ്പിലും എൻ ടൈപ്പിലും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും കൂടെ, അതായത് ഡിക്രീസ് ചെയ്യാണോ ഇൻക്രീസ് ചെയ്യാണോ എന്ന് അറിയണം. ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി അല്ലെ, ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായി, പക്ഷെ അത് ഇൻക്രീസ് ചെയ്യാണോ ഡിക്രീസ് ചെയ്യാണോ എന്നുള്ളത് അറിയണം. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് ഫോർ പി ടൈപ്പ് മെറ്റീരിയൽ ആൻഡ് ഇറ്റ് ഡിക്രീസസ് ഫോർ എൻ ടൈപ്പ് മെറ്റീരിയൽ. ഓക്കെ, റെസിസ്റ്റൻസ് ഓഫ് ദ സെമി കണ്ടക്ടർ ഗേജ് ഇൻക്രീസസ് ഫോർ പി ടൈപ്പ്. പി ടൈപ്പിൽ അത് ഇൻക്രീസ് ചെയ്യുകയും ടെൻസൈൽ സ്ട്രെയിൻ അപ്ലൈ ചെയ്യുമ്പോൾ പി ടൈപ്പിൽ അത് ഇൻക്രീസ് ചെയ്യുകയും എൻ ടൈപ്പിൽ അത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും? when tensile strain is applied, resistance increases in p-type material. Option B is the correct answer. Okay, അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ കൃത്യമായി അതിന് മനസ്സിലാക്കി പഠിച്ചാലേ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Next one, which metal will have a large range of detection by inductive proximity sensor? Which metal have large range of detection? ഏത് മെറ്റലിനാണ് ഈ പ്രോക്സിമിറ്റി ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസർ യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ റേഞ്ച് വരുന്നതെന്നുള്ള റേഞ്ച് ഓഫ് ഡിറ്റക്ഷൻ വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ മെയിൻ ആയിട്ട് ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസേഴ്സ് ഒക്കെ ഫെറസ് മെറ്റൽസ്
ഡിറ്റക്ട് ചെയ്യാനാണ് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. ഇപ്പൊ ഫെറസ് മെറ്റൽ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് അയേൺ, സ്റ്റീൽ ഒക്കെ. ഓക്കെ, അപ്പൊ ഇവിടെ അലുമിനിയം, കോപ്പർ, അയേൺ, ലെഡ് ആണ് നമുക്ക് ഓപ്ഷൻ ഉള്ളത്. ഫെറസ് മെറ്റൽ, അയേൺ ആണ് ഇതിനകത്തുള്ളത്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. Next one, inductive transducers are mainly used for the measurement of inductive transducers. Transducer types നമ്മൾ പഠിക്കുമ്പോൾ കുറേ ടൈപ്സ്, കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ, ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, അങ്ങനെ പറഞ്ഞ് നമ്മൾ ടൈപ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിന്റെ ആപ്ലിക്കേഷൻ മെയിൻ ആയിട്ട് എന്ത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്? ടെമ്പറേച്ചർ, വെലോസിറ്റി, ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇതില് കൂടുതൽ അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിന്റെ ഒരു എന്താ പറയാ, ഏറ്റവും കൂടുതൽ വരുന്ന ഒരു എക്സാമ്പിൾ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്ന ഒരു എക്സാമ്പിൾ LVDT ആണ്, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. Next one, the temperature of steam at around 550 degrees Celsius can be measured by 550 degree സെൽഷ്യസിലൊക്കെയുള്ള സ്റ്റീം അതിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നു. തെർമോമീറ്റർ, തെർമോപൈൽ, തെർമോകപ്പിൾ, റേഡിയേഷൻ പൈറോമീറ്റർ. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, ഇത് കറക്റ്റ് ആയിട്ട് അതിന്റെ റേഞ്ച് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതില് തെർമോ, കാരണം എല്ലാം ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതാണ്, ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ്. അപ്പോൾ തെർമോ കപ്പിൾ ആണ് ആക്ച്വലി 550 ഡിഗ്രി സെൽഷ്യസ് റേഞ്ചിൽ നമുക്ക് മെഷർമെന്റിന് യൂസ് ചെയ്യുന്നത്. അത് ഏകദേശം ഒരു 2000 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ തെർമോ കപ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് മെഷർ ചെയ്യാനും പറ്റും. എബവ് 2000 ഡിഗ്രി സെൽഷ്യസിന്റെ ഒക്കെ മുകളിലുള്ളത് മെഷർ ചെയ്യാനാണ് നമ്മൾ ഈ പൈറോമീറ്റർ, അതായത് റേഡിയേഷൻ പൈറോമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു റേഞ്ച് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നത്. ഇപ്പൊ എബവ് 2000 ഡിഗ്രി സെൽഷ്യസിന്റെ ഒക്കെ മുകളിൽ വരുന്നതാണെങ്കിൽ നമുക്ക് ഇത് ആൻസർ കൊടുക്കാം, റേഡിയേഷൻ പൈറോമീറ്റർ കൊടുക്കാം. പക്ഷെ 550 ഡിഗ്രി സെൽഷ്യസിൽ തെർമോ കപ്പിൾ ആണ് വരുന്നത്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. Next question, which device provides electrical isolation between input circuit and output circuit? Input circuit ഉം output circuit ഉം തമ്മിൽ electrical isolation provide ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? ഒപ്റ്റിക്കൽ സെൻസർ, ഫോട്ടോ ഡയോഡ്, ഫോട്ടോ ട്രാൻസിസ്റ്റർ, ഒപ്റ്റോ കപ്ലർ. അപ്പൊ ഈ നോക്കൂ, ഒപ്റ്റിക്കൽ സെൻസർ എന്ന് പറയുന്ന ഒരിക്കലും ഒരു ഐസൊലേഷൻ കൊടുക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. ഫോട്ടോ ഡയോഡും it's not used for isolation. Also photo transistor is also used for electrical isolation. And opto coupler, ആ വാക്കിൽ തന്നെ ഉണ്ട് അല്ലെ, കപ്ലർ എന്ന് പറയുമ്പോൾ അവിടെ കപ്ലിംഗ് ഒരു കപ്ലിംഗ് എന്നുള്ള ആ ഒരു ടേമിൽ നമുക്കത് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ. ഒപ്റ്റോ കപ്ലറിന്റെ വേറെ പേര് ഒപ്റ്റോ ഐസൊലേറ്റർ, ഫോട്ടോ കപ്ലർ, ഒപ്റ്റോ ഐസൊലേറ്റർ എന്നൊക്കെ പേരുകൾ ഉണ്ട്. So it is used to provide electrical isolation between input and output circuit. So correct answer is option D, optocoupler. Next one, 8086 microprocessor flag register has dash flags. Very important question. തെറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടിയാണിത്. 8086 മൈക്രോപ്രോസസറിലെ ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറയുന്നത് 16 ബിറ്റ് രജിസ്റ്റർ ആണ്. ഓക്കെ, ആ 16 ബിറ്റ്സിൽ നമുക്ക് ടോട്ടൽ ഉള്ള ഫ്ലാഗ്സ് എന്ന് പറയുന്നത് 9 ആണ്. ഇതാണ് 16 ബിറ്റ് രജിസ്റ്റർ. അതില് 9 ഫ്ലാഗ്സ് ആണ് നമുക്ക് ഉള്ളത്. 9 ഫ്ലാഗ്സ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമുക്ക് സ്റ്റാറ്റസ് ഫ്ലാഗ്സും വരുന്നുണ്ട്, കൺട്രോൾ ഫ്ലാഗ്സും വരുന്നുണ്ട്. സ്റ്റാറ്റസ് ഫ്ലാഗ്സിന്റെ എണ്ണം 6ഉം കൺട്രോൾ ഫ്ലാഗ്സിന്റെ എണ്ണം 3ഉം ആണ്. സൈൻ ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, ഓക്സിലറി ക്യാരി ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ്, ക്യാരി ഫ്ലാഗ്, ഓവർഫ്ലോ ഫ്ലാഗ്. ഇതാണ് 6 സ്റ്റാറ്റസ് ഫ്ലാഗ്സ്. കൺട്രോൾ ഫ്ലാഗ്സ് വരുന്നത് ഡയറക്ഷണൽ ഫ്ലാഗ്, ഇന്ററപ്റ്റ് ഫ്ലാഗ് ആൻഡ് ട്രാപ്പ് ഫ്ലാഗ്. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര ഫ്ലാഗ്സ് ഉള്ളതാണ്. അപ്പൊ ഒബ്വിയസ്ലി ഓപ്ഷനിലെ 9ഉം 16ഉം കിടക്കുമ്പോൾ പെട്ടെന്ന് 16 എഴുതാൻ തോന്നും, കാരണം 16 ബിറ്റ് രജിസ്റ്റർ ആണ് ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറയുന്നത്. പക്ഷെ അതിലുള്ള ഫ്ലാഗ്സിന്റെ എണ്ണം 9 ആണ്. ഓക്കെ, അപ്പൊ തെറ്റിക്കരുത്, ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. And the last question for this session, an OR gate is equivalent to 2 switches connected in. അതായത് സ്വിച്ച് അനലോഗി അറിഞ്ഞിരിക്കണം, ഗേറ്റ് സ്വിച്ച് അനലോഗി നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് നമ്മളിപ്പം ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് ഓർ ഗേറ്റിന്റെയും ആൻഡ് ഗേറ്റും സ്വിച്ച് വെച്ചിട്ട് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണു അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പൊ ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ്, 2 ബിറ്റും നമുക്ക് 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 1 കിട്ടുള്ളൂ അല്ലെ. അതേപോലെ അല്ലേ സ്വിച്ച്, ഇപ്പൊ സ്വിച്ച് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ, ഇപ്പൊ ഇങ്ങനെ നമ്മൾ 2 സ്വിച്ചസ് സീരീസ് ആയിട്ട് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്താൽ 2 സ്വിച്ചും ക്ലോസ് ആയെങ്കിൽ മാത്രമല്ലേ സർക്യൂട്ടിൽ കൂടെ കറന്റ് ഫ്ലോ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഏതിന് ഇക്വലന്റ് ആണ്? ആൻഡ് ഗേറ്റിന് ഇക്വലന്റ് ആണ്. ഇനി നോക്കൂ, ഓർ ഗേറ്റിന്റെ കേസ് എന്താണ്, ഏതെങ്കിലും ഒരു ബിറ്റ്, ഇപ്പൊ 2 ബിറ്റ് ഓർ ഗേറ്റ്, ഏതെങ്കിലും ഒരു ബിറ്റ് 1 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടും. അതേ കേസ് അല്ലേ പാരലൽ ആയിട്ട് സ്വിച്ചസ് കണക്ട് ചെയ്താ വരുന്നത് അല്ലെ. അപ്പൊ 2 സ്വിച്ചുകൾ പാരലൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്വിച്ച്
ക്ലോസ് ആയാലും ആ സർക്യൂട്ടിലൂടെ എന്തുണ്ടാവും കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഈ ഗേറ്റ് ആൻഡ് സ്വിച്ച് അനലോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗേറ്റിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന അതേപോലെ സ്വിച്ചസ് കണക്ട് ചെയ്താൽ എങ്ങനെ വരും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ മനസ്സിലാക്കുക. ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞ സീരീസ് ആയിട്ട് സ്വിച്ച് കണക്ട് ചെയ്യുന്നതും ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ പാരലൽ ആയിട്ട് സ്വിച്ച് കണക്ട് ചെയ്യുന്നതുമാണ്. So here OR gate ഏതാണെന്നാണ് ചോദിക്കുന്നത്. So it is parallel. Option B is the correct answer. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ കോൺസെപ്റ്റ്സ് മാത്രം പഠിച്ചാൽ നമുക്ക് ഇതുപോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് നല്ല രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് മുൻവർഷ ചോദ്യങ്ങളിലൂടെ തന്നെ പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു PYQ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ വീഡിയോസും കാണുക. താങ്ക് യു.